നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കോൺഗ്രസിന് സ്വന്തം പതാക ഉയർത്തിക്കാട്ടാനുള്ള ആർജവമില്ലാതെ പോയത് എന്തുകൊണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസ് പതാക എന്തുകൊണ്ടാണ് നേതാക്കൾക്ക് തൊട്ടുകൂടാത്തത് ആയത് എന്നതും മുഖ്യമന്ത്രി ചോദിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ലീഗിന്റെ പതാക ഒഴിവാക്കാനാണ് കോൺഗ്രസ് പതാകയ്ക്ക് ഐത്യം കൽപ്പിച്ചത്. വിവാദം ഒഴിവാക്കാൻ ലീഗ് പതാക ഒഴിവാക്കുകയായിരുന്നു. കോൺഗ്രസ് പതാകയും ചരിത്രവും കോൺഗ്രസ് നേതാക്കൾ ഓർക്കണം. സ്വാതന്ത്ര്യ സമര കാലത്ത് ത്രിവർണ പതാക ഉയർത്തിപ്പിടിക്കാൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ വലിയ ത്യാഗം സഹിച്ചതാണ്. ഈ ചരിത്രം കോൺഗ്രസ് നേതാക്കൾക്ക് അറിയില്ലേ? ജ്വലിക്കുന്ന ചരിത്രമുള്ള പതാകയാണ് BJPയെ ഭയന്ന് കോൺഗ്രസ് ഒളിപ്പിക്കുന്നത്. ത്രിവർണ പതാക ഒഴിവാക്കുക എന്നത് സംഘപരിവാർ അജണ്ടയാണ്. ഇതിനെ കോൺഗ്രസ് വഴങ്ങി. ഈ കോൺഗ്രസ് ആണോ സംഘപരിവാറിനെതിരെ സമരം നയിക്കുക എന്നും അദ്ദേഹം ചോദിച്ചു. ജനങ്ങൾ LDFിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നുവെന്നും വലിയ ജനക്കൂട്ടം യോഗങ്ങളിലേക്ക് എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. BJP രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കിക്കൊള്ളട്ടെ എന്നതാണ് കോൺഗ്രസ് നിലപാട്. ഇത് ആലപ്പുഴയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2 വർഷ കാലാവധി ബാക്കി നിൽക്കുന്നു. ആലപ്പുഴയിൽ UDF ജയിച്ചാൽ രാജസ്ഥാനിൽ BJPക്ക് ഒരു രാജ്യസഭാംഗം കൂടി ലഭിക്കും. രാജസ്ഥാനിലെ BJP സ്ഥാനാർത്ഥിയുടെ പ്രസ്താവന ഗൗരവം കൂടിയതാണ്. ഭരണഘടനാ ഭേദഗതി ചെയ്യുമെന്ന പരസ്യം പ്രഖ്യാപനമായിരുന്നു അത്. രാജ്യസഭയിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ ഭരണഘടന തന്നെ അട്ടിമറിക്കുമെന്ന് വ്യക്തമാക്കുന്ന പ്രസ്താവനയാണത്. കോൺഗ്രസ് ഇതിനെതിരെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇതേ രാജസ്ഥാനിൽ കോൺഗ്രസ് രാജ്യസഭാംഗമായ KC വേണുഗോപാൽ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു. രാജ്യസഭയിൽ BJPക്ക് അംഗത്വം വർദ്ധിപ്പിക്കാനുള്ള കൊട്ടേഷൻ കോൺഗ്രസ് ഏറ്റെടുത്തു. SDPI UDF കൂട്ടുകെട്ട് ഇത് പ്രത്യേക അവസ്ഥയാണെന്നും ഡീൽ നടന്നിട്ടുണ്ടെന്നും വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലീഗ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അവർ അണികളോട് എന്ത് വിശദീകരിക്കും എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. കരവന്നൂർ ED അന്വേഷണത്തിലും അദ്ദേഹം മറുപടി പറഞ്ഞു. CPIMന് ഒരു രഹസ്യ അക്കൗണ്ടുമില്ല. ഞങ്ങൾക്ക് കള്ളപ്പണം സ്വീകരിക്കുന്ന ഏർപ്പാടില്ല. ഇലക്ട്രൽ ബോണ്ടിനെതിരെ നിയമ പോരാട്ടം നടത്തിയവർ ഞങ്ങളാണ്. ഞങ്ങളുടെ ഇടപാടുകളെല്ലാം സുതാര്യമാണ്. പാർട്ടിയെ എല്ലാ കാലത്തും അകമഴിഞ്ഞ് ജനം സഹായിച്ചിട്ടുണ്ട്. മറ്റു പാർട്ടിക്കാരും ഞങ്ങൾക്ക് സംഭാവന നൽകാറുണ്ട്. അതാണ് പാർട്ടിയുടെ സാമ്പത്തിക അടിത്തറ. ഞങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സംഭാവനയുടെ കൃത്യം കണക്ക് സൂക്ഷിക്കുന്നുണ്ട്. ആദായ നികുതി ഓഡിറ്റ് എല്ലാ വർഷവും നടത്തുന്നുണ്ട്. അക്കൗണ്ടുകൾ പാൻ കാർഡ് വഴി ലിങ്ക് ചെയ്തിട്ടുണ്ട്. മറിച്ചുള്ള ആരോപണങ്ങൾ വാസ്തവവിരുദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് ഒരു പാഠവും പഠിച്ചിട്ടില്ല. അന്യായമായി EDയെ പിന്തുണയ്ക്കാൻ ഇനിയെങ്കിലും കോൺഗ്രസ് തയ്യാറാകരുത്. അടൂർ പ്രകാശിന് BJP വോട്ട് മറിച്ച സംഭവം ഇത് പലയിടത്തും നടക്കുന്ന ഡീലാണ്. ഇക്കുറിയും ചില മണ്ഡലങ്ങളിൽ ഇത്തരം ഡീൽ ഉണ്ടാകും. BJP സ്ഥാനാർത്ഥികളുടെ പട്ടിക പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും. BJPയെ സഹായിക്കാനും BJPയുടെ സഹായം സ്വീകരിക്കാനും കോൺഗ്രസിന് കേരളത്തിൽ മടിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു.